മനുഷ്യത്വരഹിതമായ നടപടിയുമായി പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ വിമാനം ആകാശചുഴിയിൽപ്പെട്ടപ്പോൾ പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയില്ല. പിന്നീട് ഈ വിമാനം സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. വിനീത ബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, 270-ലധികം യാത്രക്കാർ ആ വിമാനത്തിലുണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു, ഒരു അപകട സാഹചര്യമായിരുന്നു. ആ സമയത്ത് പൈലറ്റ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും പാകിസ്ഥാൻ അനുകൂലമായി പ്രതികരിച്ചില്ല, അനുകൂല സമീപനം കാട്ടിയില്ല. എങ്കിലും സുരക്ഷിതമായ വിമാനം പിന്നീട് ഇറങ്ങി. അതിൽ നിന്ന് പാകിസ്ഥാന്റെ സമീപനം വ്യക്തമാണല്ലോ വിനീത. തീർച്ചയായും ടിക്ക് സൂചിപ്പിച്ചതുപോലെ 277 യാത്രക്കാരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായ കാലാവസ്ഥയിലെ മാറ്റമാണ് ഈ വിമാനം ഒരു അപകട സാധ്യതയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ബുധനാഴ്ച ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പോയ ഇൻഡിഗോ വിമാനമാണ് ഈ ആകാശചുഴിയിൽപ്പെട്ടത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ കാറ്റും മഴയും കാരണം ആണ് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ ആലപ്പുഴ ബീച്ചിൽ ഉൾപ്പെടെ വിമാനത്തിന്റെ മുൻഭാഗത്തൊക്കെ പിന്നീട് കേടുപാടുകൾ സംഭവിക്കുകയും അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ ആകാശചുഴിയിൽപ്പെട്ട വിമാനം ഏതാണ്ട് ആടിയില്ലെന്നൊരു സാഹചര്യം, ഒപ്പം തന്നെ യാത്രക്കാരൊക്കെ വലിയ രീതിയിൽ പരിഭ്രാന്തരായി പോകുന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ വിമാനം ഈ വ്യോമപാത ഉപയോഗിക്കാൻ ഇൻഡിഗോ പൈലറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പൈലറ്റിന്റെ ആവശ്യം ലാഹോറിലെ എയർ ട്രാഫിക് കൺട്രോൾ തള്ളുകയായിരുന്നു ചെയ്തത്. തുടർന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്ന പാതയിലൂടെ തന്നെ വിമാനം മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ശക്തമായ കാറ്റിലും ഈ അപായച്ചുഴിയിലും ഒക്കെ പെട്ട് ഒരു വലിയ ഒരു പരിഭ്രാന്തപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ഈ വിമാനത്തിൽ യാത്രക്കാരായി തൃണമൂൽ കോൺഗ്രസിലെ 5 നേതാക്കളടക്കം ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ പ്രതികരിച്ചത് ഈ പൈലറ്റിന്റെ ഉചിതമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് സുരക്ഷിതമായി പിന്നീട് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാക്കളൊക്കെ തന്നെ പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ട് പോലും അതിൽ യാതൊരു തരത്തിലും ഒരു മനുഷ്യത്വപരമായിട്ടുള്ള നടപടി പോലും സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അവരുടെ നിലപാട് കൂടി തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയുന്നത്. ഒടുവിൽ 6:30 വിമാനം പിന്നീട് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ഒപ്പം തന്നെ യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. ശരി, വിനീത ബി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.